जाओ। हेलो गाइस, मैं भी हूँ सब में। हेलो गाइस, ये मैं हूँ। ഈ ക്യാമലിന്റെ പേരെന്താന്ന് വെച്ചാൽ MS ധോണി എന്നാണ്. तनोट मत जाओ, अच्छा जंगल एरिया है. हाँ, हाँ. नो बाइकल, नो वाटर, नो सर्विस. കണ്ട കാഴ്ച ഇത് ഒരു ആട്ടിൻകുട്ടി ചത്തിരിപ്പാണ്. സോ ഹലോ ഗൈസ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് ജയ്സൽമേരിൽ നിന്നും ഒരു 50 കിലോമീറ്റർ ഉള്ളിലായിട്ട് സാം എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ്. ഇവിടെ മൊത്തം ഡെസേർട്ടാണ്, ലൈക്ക് ഒരു ഡെസേർട്ടഡ് പ്ലേസാണിത്. സോ ഇവിടെ ഞാൻ ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നത് ഹോസ്റ്റലിൽ. സോ ഇത് ഹോസ്റ്റലിലൊരു വലിയ പ്രോപ്പർട്ടിയാണ്. ആക്ച്വലി ഒരു ഓൾമോസ്റ്റ് ഒരു 3-4 ഏക്കേഴ്സ് ഉള്ളൊരു വലിയ പ്രോപ്പർട്ടിയാണ്. അവിടെയൊക്കെ സ്ഥലങ്ങളുണ്ട്. ഞാൻ സ്റ്റേ ചെയ്യുന്ന ഇവരുടെ ഹോസ്റ്റലിൽ, ഇവരുടെ ഡോമിറ്ററിയിൽ. സോ ഇവിടെ ഇത്ര വലിയ പ്രോപ്പർട്ടിയിൽ ഇന്നലെ ആകെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നോൺ ടൂറിസ്റ്റിക് ടൈമാണ്. ഇപ്പോൾ ടൂറിസ്റ്റൊക്കെ വളരെ കുറവാണ് ഇവിടെ. അതായത് ഇത്ര വലിയ പ്രോപ്പർട്ടിയിൽ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇന്നലെ. ഈ റൂം മൊത്തം എനിക്കായിരുന്നു. പിന്നെ ഇവിടെ ഇപ്പോൾ റേറ്റ് വരുന്നത്, ഇപ്പോൾ എനിക്ക് ഇന്നലെ ഹോസ്റ്റൽ കിട്ടിയത് 550 രൂപക്കാണ്. സോ നോർമലി ഹോസ്റ്റൽസൊക്കെ ഒരു നമ്മുടെ നാട്ടിലൊക്കെ ഒരു 1000 ആ ഒരു റേഞ്ചിലാണ് ഹോസ്റ്റൽ ഉണ്ടാവില്ലേ. സോ പക്ഷേ ഇവിടെ ഇപ്പോൾ ഇന്നലെ എനിക്ക് തോന്നുന്ന ആൾക്കാരില്ലാത്തതുകൊണ്ടായിരിക്കും ഇവർ റേറ്റൊക്കെ കുറച്ച് കൊടുക്കുന്നത്. ഇന്ന് ഞാൻ പോകാൻ പോകുന്നത് തനൂത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ്. ഇവിടെ നിന്ന് ഒരു ഓൾമോസ്റ്റ് ഒരു 120-130 കിലോമീറ്റേഴ്സ് ഉണ്ട്. തനൂത്തിൽ അവിടെ ഫേമസ് ആയിട്ടുള്ളൊരു ടെമ്പിൾ ഉണ്ട്. അതിൻ്റെ പേര് തനൂത്ത് മാതാ ദേവി ടെമ്പിൾ എന്നാണ്. സോ ഈ തനൂത്ത് എന്ന് പറയുന്ന ഏരിയ വരുന്നത് ഓൾമോസ്റ്റ് പാകിസ്ഥാൻ്റെ ബോർഡറിലാണ്. സോ അവിടെ നിന്നും പാകിസ്ഥാൻ ബോർഡറിലോട്ടൊരു 2 to 3 കിലോമീറ്റേഴ്സ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. സോ അവിടേക്കാണ് ഞാൻ ഇന്ന് പോകാൻ പോകുന്നത്. പിന്നെ പക്ഷേ അവിടെ പോയാലും പാകിസ്ഥാൻ ബോർഡറിലോട്ട് പോകാൻ പറ്റില്ലെന്ന് തോന്നുന്നു. കാരണം അവിടേക്ക് പോകണമെങ്കിൽ കാറ് മാത്രമേ അലൗഡ് ഉള്ളൂ. നമുക്ക് നടന്നിട്ട് പോകാനും പറ്റില്ല, അതേ രീതി ബൈക്കിൽ പോകാനും പറ്റില്ല. അതെനിക്കറിയില്ല അത് എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്ന്. പക്ഷേ കാറ് മാത്രമേ അവിടേക്ക് പോകാൻ പറ്റുള്ളൂ. മേ ബി ഇപ്പോൾ കുറേ ആൾക്കാർ പോകുമ്പോൾ പ്രോബ്ലം ആവുമല്ലോ, ബോർഡർ ഏരിയ അല്ലേ. അപ്പോൾ അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യാനായിരിക്കും അവരങ്ങനെ ചെയ്തിട്ടുള്ളത്. നോക്കട്ടെ, ഏതെങ്കിലും കാറിൽ ഹിച്ച് ചെയ്ത് പോകാൻ പറ്റുവാണെങ്കിൽ ഞാൻ പോവാം, ഇല്ലെങ്കിൽ പോകാൻ പറ്റില്ല അങ്ങോട്ടേക്ക്. പിന്നെ ഈ തനൂത്ത് ഏരിയയിലോട്ട് പോകാൻ ഇവിടുന്ന് വേറെ ബസ്സും കാര്യങ്ങളൊന്നുമില്ല. ഇവിടുന്ന് നമ്മൾ ഹിച്ച് ഹൈക്ക് ചെയ്തിട്ട് ലിഫ്റ്റ് ചോദിച്ചിട്ട് മാത്രം പോകാൻ പറ്റുള്ളൂ അങ്ങോട്ടേക്ക്. ഞാൻ ഇന്നലെ ഇവിടെ എല്ലാവരുടെ അടുത്തും ചോദിച്ചു, ലൈക്ക് ഇവിടെ ഹോസ്റ്റലിലെ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു, അതേപോലെ പുറത്തുള്ള ആൾക്കാരോട് ചോദിച്ചു, ക്യാമൽ സഫാറിൻ്റെ ആളുടെ അടുത്ത് ചോദിച്ചു, നമുക്കിപ്പോൾ ലിഫ്റ്റ് ചോദിച്ച് പോകാൻ പറ്റുമെന്ന്. ഇവരൊക്കെ പറയുന്നത് പോകേണ്ട, റിസ്ക്. അങ്ങനെ ഞാൻ ഹോസ്റ്റൽ വിട്ട് പോവാന്ന്. ഇതാണ് ഇവിടുത്തെ ഹോസ്റ്റൽ വരുന്നത്. ഇവിടെ എനിക്ക് അറിയില്ലായിരുന്നു ഹോസ്റ്റലുള്ളത്. ഞാൻ ചുമ്മാ ഇങ്ങനെ നടന്നുകൊണ്ട് വരുമ്പോഴേക്ക് എനിക്ക് ഇങ്ങനെ അവിടെ ബോർഡ് ഉണ്ട് ഹോസ്റ്റൽ എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ചുമ്മാ കയറിയതാണ്. പക്ഷേ നല്ലൊരു റേറ്റിന് കിട്ടി. ഇവിടെ എല്ലാവരും ചോദിക്കുന്ന 1000 രൂപീസൊക്കെയാണ് സ്റ്റേക്ക് എല്ലാവരും ഇവിടെ ചോദിക്കുന്നത്. പക്ഷേ ഇവിടെ എനിക്ക് ഹോസ്റ്റലിൽ 550 രൂപയ്ക്ക് എനിക്ക് സ്റ്റേ കിട്ടി. പക്ഷേ ഡോമിറ്ററിയാണ്. പക്ഷേ കുഴപ്പമില്ല, വലിയൊരു റൂം എനിക്ക് മാത്രം. കാരണം വേറെ ആരും ഇല്ലല്ലോ, വേറെ ടൂറിസ്റ്റ് ആരും ഇല്ലാത്തതുകൊണ്ട് വലിയൊരു റൂം എനിക്ക് മാത്രം കിട്ടി. ഇനിയിപ്പോൾ ഇവിടെ നിന്നൊരു 5 കിലോമീറ്റർ റൈറ്റിലോട്ട്, ഇവിടെ മെയിൻ റോഡുണ്ട്, മെയിൻ റോഡ് പോയിട്ട് ഒരു 5 കിലോമീറ്റർ റൈറ്റിലോട്ട് പോകണം. അവിടെയാണ് സം ടൗൺ വരുന്നത്. സോ സം ടൗണിൽ പോയിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം, പിന്നെ കുറച്ച് വെള്ളം സ്റ്റോക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ഹിച്ച് ഹൈക്കിംഗ് തുടങ്ങും. होटल में इधर था फोटो ले लो इसका फोटो अच्छा अपना फोटो लो नंबर क्या नाम है इसका नाम शाहरुख खान हाँ ഇവിടെ നമുക്ക് ഷാരൂഖ് ഖാൻ ഒട്ടകം കിട്ടിയിട്ടുണ്ട് ഷാരൂഖ് ഖാൻ ഒട്ടകവും അലി ഭായ് आपका इधर उधर गाड़ी आ रही इधर അവിടെ അലി ഭായ് ഉണ്ട് हाथ मिलाओ अच्छा जैसे लगा അപ്പോൾ വേറൊരു പയ്യ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ വരുന്നുണ്ട്, എന്തായാലും ചോദിക്കും. അതാ Hello, hi, how are you? Fine. Fine, you come, you camel ride. No way, now I'm going back to Jaisalmer. No, only 50 rupees. Yeah, now I'm going back. Now it is very hot, no, like I need to reach back. Only in this case, Shahrukh Khan, you camel. Only 50 rupees. मैं कल गया, मैं कल अमिताभ बच्चन morning in Boni. नहीं भाई, अभी नहीं, sorry. Okay. Your name? Abbas. Ali. अच्छा. Ali Khan. अच्छा. Nice to meet you. Nice to meet you too. Okay. Which you are from? I'm from Kerala. Kerala? Yeah. Oh, nice, very. Okay. You are here first? Yeah, here first time. Very good. Very good place. Coming here next time. Inshallah, bilkul. You married after come here? Yeah, inshallah. After marry, I'll come with my wife. Okay. Yeah. And you'll get 2 customers. Yes. You YouTuber? हाँ, YouTube छोटा सा. My YouTube view. हाँ आपका YouTube में आता है. Yes.
और सब अभी डाउन सीजन, ये देखो कोई कुछ नहीं। कुछ नहीं। हाँ मैं पहले आए कल नहीं, कल का कल क्या बोलता है? कल आप परसों। सम गाँव गए थे? नहीं, कल गए थे, कल खाने के लिए गए थे। बाइक पे आए थे? बाइक पे रिटर्न आए थे? हाँ, बाइक पे रिटर्न आया। हाँ, क्या था आपका फ्रेंड था? नहीं लिफ्ट में। लेफ्ट। हाँ ऐसा है। मैं उधर गया, परसों आया। परसों है ना, डे बिफोर यस्टरडे। कल नहीं परसों। हाँ परसों आया उधर रेगिस्तान गया और मेरा पास टेंट है, टेंट डाला, डेजर्ट स्लीपिंग, और कल इधर आया। अच्छा हाँ। बढ़िया। अच्छा ओके चलिए। तनुज जाना का है। तनोर जाने का वो रास्ता अच्छा है क्या? इधर से अच्छा है क्या? इधर से बाइकल नहीं मिलेगा। इधर से जैसलमेर से बस जाती है। जैसलमेर बस है। मेरे को लिफ्ट लेने के लिए किधर? जा रही है। हाँ ऐसे पूछ लो। अच्छा ऐसे नहीं, मेरे को लिफ्ट लेके जाने के लिए लिफ्ट नहीं मिलेगा। नहीं मिलेगा। तनोर इसको ले जाओ, ऊपर बैठा दो। ऊपर बैठोगे? नहीं। पेंटिंग, डेंटिस्ट, दांतों का। हाँ डॉक्टर। हाँ। कैमल का दांत खराब है। अच्छा कर सकते हैं। कैमल का नहीं, मेरा आप लेके आओ, क्लिनिक लेके आओ। इधर ले ही कर सकते हैं, क्लिनिक लेके आओ। हाँ ये खराब हो गई। हाँ कीजिए। हाँ वो रूट कैनल करना चाहिए, कैप बिठाना भरेगा। चाहिए। यूट्यूबर है? हाँ मैं यूट्यूबर है। कितने निकाल फॉलोअर दो है? तो प्रॉब्लम तो कुछ नहीं छोटा भाई, मैं 2 वीडियो करा, ये मेरा तीसरा वीडियो है। समझावा। ഇവിടെ വരുന്നത്, ഇവിടെ ഫുള്ള് ഡെസേർട്ടാണ്. സോ ഇവിടെ ഇവരെ ബയ്യൻ്റെ ക്യാമൽസ് ഒക്കെ ഉണ്ട് ഇവിടെ. ഇവരിവിടെ ക്യാമൽ സഫാരി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ റേറ്റിനാണ്. ഇന്നിപ്പോൾ ബയ്യ പറഞ്ഞത് എനിക്ക് 50 റുപ്പീസിന് ഇത് സഫാരി ചെയ്ത് തരാമെന്ന്. അപ്പോൾ ബയ്യൻ്റെ നമ്പർ കൊടുക്കണം യൂട്യൂബിൽ. അപ്പോൾ നമ്പർ കൊടുത്താലേ കസ്റ്റമേഴ്സ് കൂടുമല്ലോ. അപ്പോൾ ബയ്യ बोलिए नंबर बोलिए. मैं अली खान है, आई एम हियर सम फॉर कैमल राइड ड्राइवर और ऑल पीपल कमिंग हियर बिकॉज आई एम कैमल राइड यू 1 person 100 rupees because 1 kilometer फॉर डेजर्ट। देखो वो करने का पसंद है, लाइक पसंद है। आप ऐसे करो, बात सुनो। अच्छा आप सम चले जाओ, खाना खा लो, खाना खा के चले जाओ जैसलमेर। जैसलमेर चले जाओ, वहाँ ले लो बाइक। अच्छा हाँ बाइक है ना, बाइक ले लो, वो लेगा 500-600 रुपए एक दिन का। उसमें आप 500-600 उसको देना, 400 का तेल डाल देना। फिर आप वहाँ जैसलमेर से बाइक को लगा देना, बीच बाइक जैसलमेर से बाइक लगा देना, तनोट चले जाना, तनोट लोंगे वाला एक दिन पूरा घूम के कल वाला फिर वापिस रिटर्न आ जाना। हाँ, ये बात सही। बाइक का आपको 500 रुपये खर्चा लगेगा। गाड़ी अगर करोगे तो आपको 4000 रुपये खर्चा आएगा। 4000 you 4000 car, हाँ। you no car, only you bike, only 500 scooty all people in going। स्कूटी है, बुलेट है, जो भी लो। अभी है ना ऑफ सीजन है, नो लिफ्ट, नो वाटर, नो पीपल, ओनली काउ शीप पीपल। भेड़ बकरियों वाले मिलेंगे। मत जाओ, बहुत रिक्स है। अच्छा मैं देखेंगा। मैं उधर खाना खा के जैसलमेर खाना जाता खा के जैसलमेर जाओ, उसके बाद अगर आपको जाना है ना, खाना खा के क्या सीधा जैसलमेर जाओ, खाना खा लेना उधर से उधर। मेरे नहीं, मैं समझा समझा वीडियो बनाएगा। ഇവിടെ നോക്കിയാൽ ഇതാ ഈ ക്യാമലിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ MS ധോണി എന്നാണ്. അത് അവിടെ എഴുതിയിട്ടുണ്ട് MS ധോണി എന്ന്. സോ അതാ ഞാൻ പറഞ്ഞത്, ഇവർ ക്യാമലിൻ്റെ പേര് ഇങ്ങനെയാണ്, ഓരോ സെലിബ്രിറ്റീസിൻ്റെ പേരാണ് ഇവരിടുന്നത്. ലൈക്ക് MS ധോണി, ഷാറൂഖ് ഖാൻ, പിന്നെ അമിതാഭ് ബച്ചൻ, അങ്ങനെയൊക്കെയാണ് ഇവിടെ ക്യാമൽസിൻ്റെ പേരിടുന്നത്. ഇവരെല്ലാവരും കൂടി ഇവിടെ എനിക്ക് ലിഫ്റ്റ് മേടിച്ച് തരാനാണ്. എന്നെ പോകാൻ സമ്മതിക്കുന്നില്ല ഇവർ ഇവിടുന്ന് ലിഫ്റ്റ് മേടിച്ച് തരാനാണ്. സമലോട്ട് ആക്ച്വലി കുറേ ദൂരമില്ല, ഒരു 5 കിലോമീറ്ററേ ഉള്ളൂ. अदा ही भैया। हाँ अस्सलाम वालेकुम। वालेकुम सलाम। You forget? No कल मीट करा था ना। Why? What my name? आपका नाम forgot. दिलबर। अच्छा हाँ ദിൽബർ അഭി കട്ട് അലി. ഇവിടുത്തെ മൊത്തം സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ നടുക്ക് നല്ലൊരു റോഡ് ഉണ്ടാവും, പിന്നെ അതിൻ്റെ 2 സൈഡിൽ കൂടി ഇങ്ങനെ വിജനമായ സ്ഥലങ്ങൾ. ഇപ്പോൾ ഇവിടെ 2 സ്ഥലത്തും इങ്ങനെ डेजर्ट പോലെ ഇങ്ങനെ വിജനമായ സ്ഥലമായിരിക്കും. बस देखो, दोनों शर्त देगा। नहीं वो ही ब्रदर, तू भी ब्रदर, यू भी ब्रदर। वो अमीर है भाई। नहीं अमीर कोई नहीं। अमीर कोई नहीं। रात को कौन हाइट दे? रात उधर जॉक्स में। जस्ट हाँ ये डालो, ये व्यू डालो, व्यू। अच्छा अब चले ഇതാണ് ഇവിടുത്തെ വ്യൂ വരുന്നത്. तेल बिगड़ नहीं चलेगा। 2 സൈഡും ഡെസേർട്ട്, അതിൻ്റെ നടുവിൽ കൂടി ഇങ്ങനെ റോഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇവിടുത്തെ റോഡൊക്കെ ഭയങ്കര രസമാണ്. രാജസ്ഥാൻ റോഡ് പൂര അച്ഛനാ. റോഡെല്ലാം നല്ല രസമുണ്ട്. ഇപ്പോൾ ഭയ്യ പെട്രോൾ അടിക്കാൻ പോകുന്നത്. ഭയ്യ ബഹുത്ത് അമീർ ഹേ, അപ്പോൾ പെട്രോൾ ഫുൾ പൈസ ഭയ്യ കൊടുക്കുന്നുണ്ട്. ഇവിടെ പെട്രോളിൻ്റെ പൈസ വരുന്നത് 106 രൂപയാണ്. 106 രൂപ 28 പൈസയാണ് പെട്രോളിൻ്റെ പൈസ വരുന്നത്. പിന്നെ ഡീസൽ 91 രൂപയാണ്.
സോ ഓൾമോസ്റ്റ് നമ്മുടെ നാട്ടിൽ അതേ പ്രൈസാണ് ഇവിടെ പെട്രോളിനും ഡീസലിനും ഉള്ളത്. അങ്ങനെ നമ്മൾ ഞാൻ ഈ കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. റോട്ടിയും ഇത് ഈ കടയിൽ നിന്ന് ഇത് സം ടൗണാണ്, ഇത് സം ടൗണിൽ വരുന്നൊരു കടയാണ്. സോ റോട്ടിയും പിന്നെ സബ്ജിയാണ് കഴിച്ചത്. ഇവിടെ അതേ കിട്ടുള്ളൂ, ഇവിടെ എല്ലായിടത്തും റോട്ടിയും സബ്ജിയും മാത്രമേ കിട്ടുള്ളൂ. ഇതാണ് ടൗണ്. ഇവരാണ് ഇവിടുത്തെ ക്രിക്കറ്റേഴ്സ്. ഇവിടെ ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്, സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. ലൈക്ക് ഇപ്പോൾ 36 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് ഇപ്പോൾ ചൂടുള്ളത്. പിന്നെ നമ്മുടെ കേരളം പോലെയല്ല, ഇവിടെ ഭയങ്കര കേരളത്തിൽ ഹ്യൂമിഡിറ്റി ഉണ്ടല്ലോ ഭയങ്കരമായിട്ട്. ഇവിടെ ഹ്യൂമിഡിറ്റി ഇല്ല, ഇവിടെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള വെയിലാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ നമ്മളെ സ്കിൻ തന്നെ ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയി പോകും ഇവിടെ. സോ ഇത് വരുന്നതാണ്, ഇതാണ് സം ടൗണ്. ഞാൻ സ്റ്റേ ചെയ്തത് ഇവിടുന്ന് ഒരു ഓൾമോസ്റ്റ് 5 കിലോമീറ്റേഴ്സ് അങ്ങോട്ടേക്കായിട്ട്. സം ടൗണിൻ്റെ പുറത്താണ് ഈ ഹോസ്റ്റലൊക്കെ വരുന്നത്. ഇതാണ് മെയിൻ ടൗണ്. ഇതാ ഇവിടെ നമ്മുടെ ക്യാമറ കണ്ടിട്ട് കുറച്ച് പിള്ളേർ വന്നിട്ടുണ്ട്. ബൈ ബോലോ, आपका नाम बोलो. इरफान. आपका अली. आपका मोहम्मद. इरफान. मैं केरला से. साइकिल से लेके आए क्या? साइकिल नहीं भाई, मैं ऐसा लिफ्ट मांग के आया. अभी इस रोड किधर जाता है? रामगढ़ जाता है. हाँ. आपका ब्लॉग का नाम क्या है? मेरा ट्रैवल विद जिफ्रिन. सो ई रोड खाना पीना उधर हो गया, उधर एक होटल में. मैगी नहीं खाया? मैगी नहीं भाई, मैगी बीच अच्छा में नहीं कैसे है. खाओगे बीच में? സോ ഈ റോഡിലാണ് നമ്മൾ തനോത്ത് പോകുന്ന റോഡ്. ഇത് कनाट वाला ये ഇതിൽ പോകും. സോ ഇത് രാംഗഡ് പോയിട്ട് പിന്നെയാണ് തനോത്ത് പോകുന്നത്. ഈ റോഡ് കാണുമ്പോൾ ഭയങ്കര മോശമായിട്ട് തോന്നുന്നു. ലിഫ്റ്റ് കിട്ടുമെന്ന് അറിയില്ല, भैया നോക്കാം. ट्रैवल विद जिफ्रिन. कब आएगा ये ब्लॉग? ये 2 दिन में. कल नहीं परसों? हाँ परसों आता है. ट्रैवल विद जिफ्रिन. ये एक बार इधर देना, मेरे हाथ से बना. ये बेंगलोर से आया है, कस्टमर आया है, लिफ्ट मांग के आया है. सम गांव में आया है. ये देखो सम गांव का आपका नज़ारा. ये बेचारा भी जाएगा तो उन्होंने बताया सम गांव में भी ये हमारे को मिला है. ഇവിടെ നമുക്ക് കുറച്ച് ഭയ്യമാരെ കിട്ടിയിട്ടുണ്ട്. സോ ഭയ്യ നാം बोलिए. मेरा नाम इस्लाम खान. इस्लाम खान. आपका? इसका नाम कुतुबुद्दीन. आपका? रैदन खान. ഇവിടെ കുറച്ച് ഭയ്യമാരെ കിട്ടിയിട്ടുണ്ട്. സോ ഇവർ ഫുൾ സപ്പോർട്ടാണ്. ഇവർ വെള്ളമൊക്കെ മേടിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു. കാരണം ഇവിടെ ഇനി മരുഭൂമിയിൽ വെള്ളമൊന്നും കിട്ടില്ലല്ലോ. സോ വെള്ളമൊക്കെ സ്റ്റോക്ക് ചെയ്ത് പോകാൻ പറഞ്ഞു. എൻ്റെ അടുത്ത് ഓൾറെഡി ഒരു 2 ബോട്ടിലുണ്ട്. എൻ്റെ ഫ്രണ്ടിൽ കിട്ടുമായിരിക്കും വെള്ളം. അപ്പോൾ ഓക്കെ ഭയ്യ, ബൈ ബൈ. ओके बाय ബൈ ബൈ. बाय बाय बाय. एक वीडियो कर सकता है ना? एक वीडियो कर सकता है ना? वीडियो फैमिली का मत करना. अच्छा. मेरा करता हूँ. हमारा कहना फैमिली का कुछ मत करना. फैमिली का नहीं. आपका ओके ना? अच्छा. आगे നമുക്ക് ആദ്യം ആദ്യത്തെ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ രണ്ടാമത്തെ ലിഫ്റ്റ് ആക്ച്വലി. സോ ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ പോകുള്ളൂ. അതിനും ഒരു 120 കിലോമീറ്റർ ഉണ്ട് പോകാനായിട്ട്. സോ ഈ പയ്യാണ് നമുക്ക് ലിഫ്റ്റ് തന്നത്. പയ്യ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. So Kerala. अच्छा, आपको कैसे मालूम? हमारे को मालूम है आपकी भाषा. इसको वंडी बोलते हैं, पानी को तन्नी बोलते हैं. हाँ. अब आप सऊदी में था? नहीं. आपके लोग हमारे साथ बोलते हैं. 5-7 साल थे. ये थोड़ा हमने सीखा था. अच्छा. ഭയ്യ നന്നായിട്ട് മലയാളം പറയും. നന്നായിട്ടില്ല, ഇപ്പോൾ 1, 2, 3 ഒക്കെ പറയാൻ അറിയും. പിന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭയ്യക്ക് അറിയും. ऑयल और गैस की सर्विस करते थे अपनी बॉडी पे. अच्छा. जब वो साथ में तुम्हारे साउथ के फूड ये यात्रा बोलो नहीं किधर जाओ शौक है. शौक होता है तेरे को दे. हां आपका नाम क्या भैया? अब्बास. हाँ. अब्बास अंसारी.
വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഐ മീൻ ഇവർ വീട്ടിലേക്ക് ചായ കുടിക്കാതെ തന്നെ ഞാൻ വേണ്ട ലേറ്റാവും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും ഇവർ സമ്മതിക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് ചായ കുടിച്ചിട്ട് പോകാന്ന്, ചായയും വെള്ളവും എന്തെങ്കിലും കുടിച്ചിട്ട് പോകാന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഒരു പുതിയ എക്സ്പീരിയൻസ് അല്ലേ എന്തായാലും. സോ അങ്ങനെ ഞാൻ വന്നിട്ടുണ്ട് ഇങ്ങോട്ടേക്ക്. ഇതാണ് ഇവരെ വില്ലേജും തോന്നുന്നു. സോ ഇതൊക്കെയാണ് ആക്ച്വലി ഇങ്ങനെ ഒറ്റയ്ക്ക് സോളോ ട്രാവൽ ചെയ്താലുള്ള ഒരു എന്താ ഒരു രസം എന്ന് പറഞ്ഞാൽ. ഓ വി ഐ वोडाफोन उसका नहीं है जियो का है जियो का नहीं है इसमें नहीं एयरटेल नहीं नहीं अच्छा वो है नहीं दोनों ओ नहीं नहीं सर्च नहीं हो रहा ആയന അങ്ങനെ നമ്മൾ ഓക്കെ അങ്ങനെ നമ്മൾ ഈ കാണുന്ന ബയ്യൻ്റെ വില്ലേജിലോട്ട് വന്നിട്ടുണ്ട്. ബയ്യ ഏതാ ചായ ഒക്കെ തന്നിട്ടുണ്ട്. ബയ്യ ഏതാ ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ട്. ജസാക്കല്ല ബയ്യ, താങ്ക് യു. ഇതാണ് ബയ്യൻ്റെ ഇവരിവിടെ ആക്ച്വലി സഫാരി ഒക്കെ ചെയ്യുന്നുണ്ട്, ജീപ്പ് സഫാരി. സോ ഇതാണ് ഇവരുടെ ജീപ്പ്, ബെസ്റ്റ് ഡെസേർട്ട് ജീപ്പ് സഫാരി എന്ന് പറഞ്ഞിട്ട്. ഇത് ഭയങ്കര രസമുള്ളൊരു വില്ലേജാണ് ആക്ച്വലി, ഭയങ്കര രസമുണ്ട്. അതായത് ഈ ഫുൾ അടിയിൽ ഫുള്ള് മണലാണ്. ഡെസേർട്ടിൽ അവരൊരു വില്ലേജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ പറയുക, ഇതൊക്കെയാണ് ഈ ഒറ്റയ്ക്കുള്ള എന്താ യാത്ര ചെയ്താലുള്ള ഒരു ഗുണം. കാരണം ഇവരെല്ലാവരും ഇങ്ങനെ ഇപ്പം നമ്മൾ 2 പേരുണ്ടെങ്കിൽ ഇവരിങ്ങനെ വിളിക്കില്ല വീട്ടിലേക്ക്. ഇവരിങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ വീട്ടിലേക്ക് വിളിക്കും, ചായ തരും. ഇവർ പറയുന്നത് ഞാൻ മെഹ്മാനാണെന്ന്. മെഹ്മാൻ എന്ന് പറഞ്ഞാൽ ഗസ്റ്റ്. സോ ഗസ്റ്റാണെന്നാണ് ഇവർ പറയുന്നത്. സോ എന്തോ ഭയങ്കര ഒരു സന്തോഷമുണ്ട്. ഇന്ന് രാവിലെ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. ഇവിടെ കുറച്ച് സമയം പോകും ഇങ്ങനെ വീട്ടിലേക്ക് വന്ന് ചായ കുടിച്ചാൽ. പക്ഷേ ഇതൊരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ആക്ച്വലി. मेरा नंबर लिख लो आप। आराम से आराम। സോ നോക്കി എന്ത് രസമല്ലേ ഇവരുടെ ഈ ഗാവ് എന്ന് പറയുമ്പോൾ. ഭയങ്കര രസമാണ്. എനിക്ക് 2 കുപ്പി വെള്ളം തന്നു. അത് നോർമൽ ഇവരുടെ വെള്ളമല്ല, അതായത് പാക്ഡ് വാട്ടർ 2 കുപ്പി വെള്ളം തന്നു, ചായ തന്നു. എന്നിട്ട് ഒരാൾ വന്നിട്ട് 2 ബിസ്ക്കറ്റ് തന്നു, 2 പാക്കറ്റ് ബിസ്ക്കറ്റ് തന്നു. ആക്ച്വലി ഈ ഹോസ്പിറ്റാലിറ്റി കാണുമ്പോൾ ഭയങ്കര രസമാണ്. അതായത് ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവർ. സ്നേഹിച്ച് കൊല്ലും അമ്മാതിരി ആൾക്കാർ. ഒരു കൂട്ടം മറ്റേ ചെമ്മരിയാടുണ്ട്. ഇതിന്റെ തലമൊക്കെ കറുത്തിട്ടുണ്ട്. इसका मुंह काला है ना, डिफरेंट है. काला होता है, लाल होता है. അതായത് വേറൊരു ബ്രീഡാണ്. ഇതിന്റെ മുഖമൊക്കെ കറുത്തിട്ടാണുള്ളത്. അപ്പോൾ നമ്മൾ ഭയ്യ നമ്മളെ കുറച്ച് ഫ്രണ്ട് വരെ കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ടുണ്ട്. അതവിടെ ക്യാമൽസ് ഉണ്ട്. ഇത് പൂरा सफारी के लिए यूज़ करते हैं. ओके भैया, थैंक यू, धन्यवाद. जज़ाकल्ला जज़ाकल्ला. दुआ में याद रखो. ओके बाय बाय. इंशाल्लाह इंशाल्लाह. ബൈ ബൈ. നമ്മുടെ ബയ്യ പോയി. ബയ്യ തിരിച്ചു പോയി. ഇവിടെ എന്നെ ഡ്രോപ്പ് ചെയ്തു. ഭയങ്കര നല്ല ആൾക്കാർ, ആക്ച്വലി നല്ല രസമുള്ള ആൾക്കാർ. ഭയങ്കര സന്തോഷമായി. ഞാനിവിടെ നിന്ന് വേറെ ലിഫ്റ്റ് ചോദിക്കണം. നമുക്കൊരു ബൈ അവിടെ കിട്ടിയിട്ടുണ്ട്. മേരാ ഓക്കെ. നമുക്കൊരു ബൈ അവിടെ കിട്ടിയിട്ടുണ്ട് ബൈക്കിൽ. പക്ഷേ ബയ്യൻ്റെ വീഡിയോ എടുക്കേണ്ടതാണ്, കാരണം ബയ്യ ഡ്യൂട്ടിയിലാണെന്നുള്ളത്. സോ യാ, ഇവിടുന്ന് കിतना കിലോമീറ്റർ ബൈ ആപ്പ് കിतना കിലോമീറ്റർ തക്ക്? 3 കിലോമീറ്റർ. ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ ബയ്യ ബൈക്കിൽ ലിഫ്റ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബഹുത് ധന്യവാദ് ബൈ.
മിഡിൽ ഓഫ് ദ ഡെസേർട്ട്. ഇവിടെ ഒരു സ്കൂളുണ്ട്, ബയ്യ സ്കൂളിൽ എന്തോ പണിയെടുക്കുന്നതാണ് ബയ്യ. അപ്പോൾ എന്ത് രസമാണെന്നറിയോ, ലൈക്ക് എന്താ പറയുക, മിഡിൽ ഓഫ് ദ ഡെസേർട്ട്. ഞാൻ മാത്രം അവിടെ ഒരു വണ്ടി വരുന്നത്, ഞാൻ ഒന്ന് കൈ കാണിച്ചു നോക്കട്ടെ. രണ്ടാളും നിർത്തില്ല, അറിയില്ല, മേ ബി ക്യാമറ ഉണ്ടായിരിക്കും നിർത്താതെ. ഇവിടെ എല്ലാവരും നിർത്തും ആക്ച്വലി, എസ്പെഷ്യലി ഈ മറ്റേ ഈ ടെമ്പോ ആൾക്കാരൊക്കെ എന്തായാലും നിർത്തും ഇവിടെ. ഇതാണ് ഇവിടുത്തെ സ്കൂള്. ഇത് അപ്പർ പ്രൈമറി സ്കൂളെന്ന് തോന്നുന്നു. ഞാൻ നേരത്തെ മാപ്പിലൊരു സ്കൂൾ കണ്ടായിരുന്നു, ഒരു അപ്പർ പ്രൈമറി സ്കൂൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊരു ചെറിയൊരു വില്ലേജും ആ വില്ലേജിൻ്റെ സ്കൂളുമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഏക്കർസ് ഓഫ് എന്താ പറയുക, ഡെസേർട്ട്. ഇപ്പം നമ്മൾ ടാബയ്യ പറഞ്ഞ അതാണ്, എനിക്ക് അറിയൂ നീ എങ്ങനത്തെ സ്ഥലത്ത് കൂടെയാണ് പോകുന്നത് ഒക്കെയാന്നൊക്കെ എന്നെ ബൈക്കൂടെ കയറ്റുന്നതിന് മുന്നേ പറഞ്ഞത്. എനിക്കിന്ന് രാത്രി ആകുമ്പോൾ എന്തായാലും തണുത്തെത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ പയ്യൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ അടുത്ത് ടെൻ്റ് ഉണ്ട്, പിന്നെ രാംഗഡ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ഇവിടെ ഫ്രണ്ട് പോകുമ്പോൾ. സോ രാംഗഡ് എത്തി ഞാൻ അവിടെ സ്റ്റേ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് പയ്യനെ ഇങ്ങനെയൊക്കെ കൺവിൻസ് ചെയ്തിട്ടാണ് എനിക്ക് ലിഫ്റ്റ് കിട്ടിയത്. കാരണം അവർക്കൊരു പേടിയുണ്ടാവും, ഇവനെന്താ ഒറ്റയ്ക്ക് ഈ മരുഭൂമി കൂടെ പോകുന്നതെന്ന്. സോ അതും ഉണ്ടാവും. ശരിയാ. ഞാനിവിടെ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഞാൻ എല്ലാവരുടെ അടുത്തും ആക്ച്വലി ചോദിക്കലുണ്ട്, ലൈക്ക് എന്താ ഞാൻ നിങ്ങളെ വീഡിയോ എടുത്തോട്ടേന്ന്. കാരണം ഇല്ലെങ്കിൽ അവർക്കൊരു ഇല്ലെങ്കിൽ ഒരു മോശം പ്രവൃത്തിയല്ല, ലൈക്ക് പറയാതെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാൾ ലിഫ്റ്റ് കൊടുക്കുന്നത് പറയാണ്ട് വീഡിയോ എടുത്താൽ അതൊരു മോശമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ചിലപ്പോൾ അത് നെഗറ്റീവ് ആവുന്നുണ്ട്, കാരണം വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവർക്കൊരു പേടി വരും, ലൈക്ക് ഇവനെന്താ ഇങ്ങനെ ചോദിക്കുന്നത്, അതിന് വല്ല വീഡിയോ എടുത്താൽ വല്ല മോശമാവും അങ്ങനെ. അപ്പോൾ ചില ആൾക്കാർ വേണ്ടാന്ന് പറയും. പക്ഷെ എന്തായാലും ചോദിക്കാണ്ട് എടുക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് ഒന്ന് ചോദിച്ചിട്ട് അവർ വീഡിയോ എടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞ ആൾക്കാരെ ഞാൻ വീഡിയോ ആരും എടുക്കലില്ല. അങ്ങനെയൊക്കെ അതുകൊണ്ട് എനിക്കെന്തോ ഉണ്ടല്ലോ, ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവുന്നു. എന്താണെന്നറിയില്ല, ഇതിപ്പോൾ ഫുള്ള് മരുഭൂമി, ഒരൊറ്റ ആൾക്കാർ പോലും ഇല്ല, ഒരു മനുഷ്യക്കുഞ്ഞ് പോലും ഇല്ല, ഫുള്ള് മരുഭൂമി. ഇത് കൂടി ഇങ്ങനെ നടക്കുമ്പോൾ ഈ പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ രാജസ്ഥാൻ താർ ഡെസേർട്ട് എന്നൊക്കെ പഠിക്കുമ്പോൾ ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടേ ഓക്കെ താർ ഡെസേർട്ട് പോകണം എന്നൊക്കെ. പക്ഷെ ഇപ്പോൾ ആ ഒരു ഇത് യാഥാർത്ഥ്യമാകുമ്പോൾ ഉണ്ടല്ലോ എന്തോ ഒരു ഭയങ്കര സന്തോഷം, എവിടെ ഇല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട്. എന്താണെന്നറിയില്ല, ഭയങ്കര സന്തോഷം. എന്തോ ഇതൊക്കെ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ നോക്കി ഇങ്ങനെ ആലോചിക്കുമ്പോണ്ടല്ലോ ഒരു വേറെ തന്നെ ഫീലാണ്. അയ്യോ, ഈ ഡെസേർട്ടിൽ കൂടെ വരുമ്പോൾ ഞാൻ ഇവിടെ ഒരു കണ്ട കാഴ്ച, ഇത് ഒരു ആട്ടിൻകുട്ടി ചത്തിരിക്കുവാന്ന്. മേ ബി അതിന് ചൂടുകൊണ്ടായിരിക്കും, ചിലപ്പോൾ ചൂടുകൊണ്ട് ചത്തതായിരിക്കുമോ ആർക്കറിയാം. ഞാനിങ്ങനെ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ പശുക്കൾ പിന്നെ ഇങ്ങനെ ആട്ടിൻകുട്ടിയൊക്കെ ഈ മരുഭൂമിയിൽ ഇങ്ങനെ ചൂടിലിങ്ങനെ ചത്തിട്ടുള്ളത്. ഇത് ഭയങ്കര ചൂടാണ് ഇവിടെ. ചിലപ്പോൾ അങ്ങനെ ചൂട് കൊണ്ട് ചത്തതായിരിക്കും, അറിയില്ല. എന്തായാലും പാവം തോന്നുന്നു. നമ്മളെ കറുത്ത തലയുടെ ആടുകൾ, ഇതെന്ത് ബ്രീഡാണാവോ അറിയില്ല, കറുത്ത തല. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇങ്ങനത്തെ ആടുകളാണ്. നമ്മളെ തന്നെ നോക്കുന്നത്, ഇവൻ ഏതാ ഇവൻ ഈ മരുഭൂമി കൂടെ ഒറ്റയ്ക്ക് നടക്കുന്നു എന്നൊക്കെ നമ്മളെ തന്നെ നോക്കിക്കൊണ്ട് നടക്കുന്നു. അവിടെ ഒരുത്തനുണ്ട്, സോനെ കാട്ടാം. അവിടെ ഒരുത്തൻ നേരത്തെ മുതലേ ഇങ്ങനെ റോഡിൽ നിൽക്കുവാന്ന്. എന്ത് വാഹനം വന്നാലും വേണമെങ്കിൽ അവനെ വെട്ടിച്ചു പോകണം, അവൻ ഇങ്ങനെ നിൽക്കും റോട്ടിൽ, സൈഡ് പോവില്ല.